കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു ബൈക്കിളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാണിക്കിഴരുതും പാടുവോ? തനിക്ക് പോകാൻ അനുവാദമില്ല. ബോംബേക്കാർ ചാവോന്ന് പറഞ്ഞു. താളിക്കാൻ വന്ന ഭ്രാന്തൻ കുരച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ടോക്കുന്നത്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. നല്ല അടാറ് പഞ്ഞിക്കിടലായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, വിടമുണ്ടാകരുത്, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കയറ്റ് നിർത്തുമ്പോൾ സുന്ദരന്മാരായിരിക്കും. പിന്നെ സ്വാമി പണിക്കിറങ്ങി അയ്യപ്പ കോപം വരുത്തി വെക്കണ്ട, ചുമ്മാതെ നോക്കി നിന്നേച്ചാൽ മതി കേട്ടാ. സ്വാമി ശരണം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം, സഹസ്രാബ്ദം നീണ്ടു നിൽക്കുന്ന ഹിംസയുടെ ഉന്മാദം. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അത് മനുഷ്യനല്ല. അതിന് ഹൃദയമില്ല, അതൊരു ദൈവ സൃഷ്ടിയല്ല. അതിന് മരണത്തിന്റെ മണ. ഇങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും കയറി മെഴുകാൻ ഇയാൾക്ക് എന്താണ് അധികാരം? ഇത് തന്നെയാണ് കുറെ കാലമായിട്ട് ഞാൻ ഈ കുടുംബത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ലഹരി നുണഞ്ഞ് അടുത്തെത്തുന്നവരൊക്കെ അടിമകളാക്കി ഭരിക്കുന്ന ചാത്തനാണ്. എങ്ങനെ എന്നെ ഉണ്ടാക്കാൻ വന്ന തനി സ്വഭാവമാണ്. ചെല്ലട 6, നിന്റെ അമ്മയുടെ 16. ബൈക്കിളപ്പനെ കണ്ടപ്പോ നിന്റെ നാവിറങ്ങിപ്പോയോ? മക്കള് മുള്ളിയ. അത് തനിക്ക് ചുറ്റും സൃഷ്ടിച്ച ഒരു അധികാര വലയമുണ്ട്. ഒരേ സമയം അതിന്റെ അധിപനും തടവുകാരനുമാണ് ആ ചാത്തൻ. ഇപ്പൊ അതിനകത്താണ് നമ്മൾ. ആർക്കും പുറത്തടക്കാനാവില്ല. സ്വന്തം തെറ്റുകളിൽ പഠിക്കാത്തവൻ അധമൻ. അത് നിനക്കെങ്ങനെ അറിയാം? എന്നെപ്പറ്റി അറിയാൻ നിന്റെ തന്തനോട് ചോദിച്ചാൽ മതിയായിരുന്നു. തോമാസ്ലിഹ നേരിട്ട് മുഖ്യ ബ്രാഹ്മണർക്ക് ചാട്ടവാറ മതിയാകില്ല. മനുഷ്യർക്ക് ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും ബ്രാഹ്മണനാവാമെന്ന് നീ തന്നെ പറഞ്ഞത് ഓർക്കുന്നില്ല. കുറക്കേണ്ടവരുടെ എണ്ണം കൂടും. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ചെയ്യാം, എന്നെ അങ്ങോട്ട് കൊല്ല. അതിനെ ഞാനെപ്പോ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമല്ലോ. കൊള്ളാം. അടിച്ചു തളിക്കാരിയുടെ മകന്റെ മോഹം നിന്റെ അർത്ഥശൂന്യമായ ജീവിതം ഒടുവിലിതാ ലക്ഷ്യസ്ഥാനത്ത്. സുവിശേഷം വായിക്കണ നാവുകൊണ്ട് തീട്ടം തുപ്പല്ലേ.
എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കും. വാ, അച്ഛനാ വിളിക്കണേ, എന്റെ അടുത്തേക്ക് വാ. ആ ചമ്മിക